ഏവർക്കും സ്വാഗതം. ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ലോകത്തെ ഓഹരി വിപണികളെയാണ് ഏറ്റവും കൂടുതൽ വിറപ്പിച്ചിരിക്കുന്നത്. 2008 അമേരിക്കയെ വിറപ്പിച്ച സാമ്പത്തിക മാന്ദ്യത്തിന്റെ തനിയാവർത്തനം പോലെയാണ് ഓഹരി വിപണികളുടെ ഇപ്പോഴത്തെ വ്യാപാര മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഡൗൺ ജോൺസിന്റെ വ്യവസായ ശരാശരിയിൽ 14% ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ 500-ൽ 13% ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തി നോക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലും രക്ഷയില്ല താനും. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇടിവാണ് വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ. വ്യാപാരത്തിൽ ഒരു ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് നഷ്ടമായത് 5.45 ലക്ഷം കോടി രൂപയാണ്. ശതമാന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് സമാനമായ 2008 ശേഷമുള്ള ഏറ്റവും വലിയ വ്യാപാര സമ്മർദ്ദമാണ് ഇതെന്നാണ് രേഖപ്പെടുത്തുന്നത്. ചൈനയ്ക്ക് പുറത്ത് കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ വിപണികളെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുക തന്നെ. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മുഴുവൻ ഓഹരികളുടെയും മൂല്യം വെള്ളിയാഴ്ച കുറഞ്ഞത് നിക്ഷേപകരെയും കമ്പനികളെയും ഏറെ ഞെട്ടിച്ചു. ഏറ്റവും വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങിയത് ലോഹം, IT, വ്യവസായം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഓഹരികളാണ്. സെൻസെക്സ് 30 ഓഹരികളിൽ ITC ഒഴികെയുള്ളവയ്ക്കെല്ലാം കഴിഞ്ഞ ആഴ്ച നഷ്ടത്തിന്റേതായിരുന്നു കണക്ക്. വെള്ളിയാഴ്ച ഉൾപ്പെടെ കഴിഞ്ഞ 6 വ്യാപാര ദിനങ്ങളിലെ 11.4 ലക്ഷം കോടി രൂപയുടെ കനത്ത നഷ്ടമാണ് നിക്ഷേപകർക്കുണ്ടായത്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ. ബ്രന്റ് ക്രൂഡിന് അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $50 താഴേക്ക് പോയി. ഞായറാഴ്ച നിരക്ക് ബാരലിന് $49.67 ഉപഭോഗത്തിന്റെ 84% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഗുണപരമായ ഒന്നാണ് ക്രൂഡ് വിലയിൽ നേരിടുന്ന ഇടിവ്. ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയാക്കാനുള്ള ചെലവിടൽ കുറയാൻ ഇത് കാരണമാകും. രാജ്യത്തിന്റെ വ്യാപാര കമ്മി കുറയാനും കറണ്ട് അക്കൗണ്ട് കമ്മി കുറയുവാനും ക്രൂഡ് ഓയിലിന്റെ വിലയിടിവ് കാരണമാകുമെന്നത് ഇന്ത്യക്ക് ഗുണകരമാണ്. എന്നാൽ ക്രൂഡ് ഓയിലിന്റെ വിലയിടിവ് ഗൾഫ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമല്ല. പ്രവാസി സമൂഹത്തിന്റെ നെഞ്ചെടുപ്പ് വർദ്ധിക്കാൻ ഈ അവസ്ഥ കാരണമാവുകയും ചെയ്യും. ക്രൂഡ് വിലയിടിവ് ചർച്ച ചെയ്യാനായി ഈ ആഴ്ച യോഗം ചെയ്യാൻ റഷ്യ കൂടി അംഗമായ OPEC+ തീരുമാനിച്ചു. പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഉൽപാദനം കുറയ്ക്കാനുള്ള തീരുമാനം അംഗരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. COVID-19 അഥവാ കൊറോണ വൈറസിനെ തുടർന്ന് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ചൈന ഉപഭോഗത്തിലും സംസ്കരണത്തിലും കുറവ് രേഖപ്പെടുത്തിയതാണ് ക്രൂഡ് വിലത്തകർച്ചയ്ക്ക് കാരണമായത്. ലോകത്ത് ആപ്പിൾ അടക്കമുള്ള മൊബൈൽ നിർമ്മാണ കമ്പനികളും ഹ്യൂണ്ടായി അടക്കമുള്ള വാഹന നിർമ്മാണ കമ്പനികളും ഉൽപാദനം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ചൈന, ദക്ഷിണ കൊറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങളിലെ ഹാജർ നില അപകടകരമാം വിധം താഴേക്ക് പോയി. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ പലതും യാത്രാ വിലക്കുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. സാമ്പത്തിക മാന്ദ്യ സൂചനകൾ ലോകത്തെ ഭയപ്പെടുത്തുകയാണ് ഇപ്പോൾ. ലോക ബാങ്കിങ്ങിന്റെ കാഴ്ചപ്പാട് പ്രകാരം 2020 ആദ്യ പകുതിയിൽ COVID-19 തുടർന്ന് ലോക സാമ്പത്തിക വളർച്ചയിൽ 2.5% ഇടിവുണ്ടാകാൻ സാധ്യതയും കൽപ്പിച്ചു വരുന്നുണ്ട്. കൊറോണയുടെ ആക്രമണത്തിൽ ലോകത്തിന്റെ ക്രയവിക്രയ സംവിധാനങ്ങൾ മുഴുവനും താറുമാറായ അവസ്ഥയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം വൻ തകർച്ചയുടെ വർഷമായിരുന്നു ഇത്. അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം 30 വർഷത്തിനിടയിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ എത്തിക്കുകയും ചെയ്തു. 2019 4 ദശലക്ഷം തൊഴിലുകൾ നഷ്ടപ്പെട്ടിരിക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നതെന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ടും ചെയ്യുന്നു. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിലൂടെ ഈ വർഷം ഇതിനകം ചൈനയിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും കണക്കാക്കാൻ പോലും കഴിയാത്ത അത്രയും ആളുകളെ ബാധിക്കുകയും ചെയ്തു. ഇത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന അവസ്ഥയാണ് ഉരുവാക്കിയത്. ചൈനീസ് തൊഴിലിടങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. ചൈനയുടെ വളർച്ചാ നിരക്ക് മുൻപാദത്തിലെ 6% നിന്ന് ഈ വർഷത്തെ ആദ്യ പാദത്തിൽ 4.5% കുറയുമെന്നാണ് റോയിട്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത്. കൊറോണ ചൈനയെ വിറപ്പിച്ചതോടെ ഇന്ത്യൻ മരുന്ന് കമ്പനികളുടെ ചങ്കെടുപ്പ് വർദ്ധിക്കുകയും ചെയ്തു. ഇന്ത്യ $4.5 ബില്യൺ ഫാർമ ഇറക്കുമതിയാണ് ചൈനയിൽ നിന്ന് നടത്തിവരുന്നത്. കീം സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ്, ഇന്റർമീഡിയറ്റുകൾ, നേരിട്ടുള്ള മരുന്ന് ഇറക്കുമതി തുടങ്ങിയവയ്ക്ക് ഇന്ത്യ പ്രധാനമായും ചൈനയെയാണ് ആശ്രയിച്ചു വന്നത്. ലോകത്തെ പെൻസിലിൻ ഉൽപാദന വിതരണ രംഗത്ത് ചൈനയാണ് മുന്നിൽ. പെൻസിലിൻ ഇറക്കുമതിയിൽ ഇന്ത്യ 100% ചൈനയെയാണ് ആശ്രയിച്ചു വന്നിരുന്നത്. കൊറോണ ഭീതി ഒഴിഞ്ഞാലും വീണ്ടും 1-2 മാസം എടുത്താൽ മാത്രമേ ചൈനീസ് മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് പൂർണ്ണ ഉൽപാദനക്ഷമതയിലേക്ക് തിരികെ എത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനാൽ തന്നെ ലോകരാജ്യങ്ങളെ വിറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊറോണ വൈറസിന്റെ സാന്നിധ്യം ഏറെ ഞെട്ടലുളവാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.